രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ക്രൈംബ്രാഞ്ച് സോമോട്ടോ ആയിട്ട് കേസെടുക്കുന്നു എന്ന വാർത്ത വരുന്നു. നിയമപരമായി ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാൻ കഴിയുമോ? അതാണ് ഒരു പ്രസക്തമായ ചോദ്യം. സർക്കാരിന് നിയമോപദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാൻ കഴിയില്ല. കാരണം 154 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ 173 BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ച് സോമോട്ടോ ആയിട്ട് കേസെടുക്കാൻ ക്രൈംബ്രാഞ്ച് അധികാരമില്ല. ഈ 154 CRPC അല്ലെ 173 BNSS പറയുന്നത് ഓഫീസർ ഇൻചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ DYSP അവിടെ ഒരു കേസെടുക്കാൻ അധികാരമുണ്ടെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാരം ഇല്ല. കാരണം കോഗ്നിസബിൾ ഒഫൻസ് എടുക്കാവുന്ന കുറ്റങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ ഇന്ത്യയിൽ കേസെടുക്കും. ഇപ്പോൾ പുതിയ 173 BNS പ്രകാരം ക്രൈംബ്രാഞ്ച് DYSPക്ക് പോലീസ് സ്റ്റേഷൻ SHOയുടെ അധികാരമില്ല. ക്രൈംബ്രാഞ്ചിൽ എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ സോമോട്ടോ ആയിട്ട് കേസെടുക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ അത് ഒരു SHOയുടെ അധികാരമല്ല. അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ലോക്കൽ പോലീസ് എടുക്കുന്ന കേസുകൾ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത് അവിടെ രജിസ്റ്റർ ചെയ്ത് FIR നമ്പർ ഇടണം. അതുകൂടാതെ അതിനോടനുബന്ധിച്ച് അതുമായിട്ട് കണക്ട് ചെയ്ത് മർഡർ കേസ് വരെ വന്നാലും അവർക്ക് ആ ട്രാൻസ്ഫർ ചെയ്ത കേസിനോടനുബന്ധിച്ച് കേസുകൾ എത്ര വന്നാലും അത്രയും കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്യുന്നതിന് തടസ്സമില്ല. ഇന്ത്യയിലെ പോലീസ് സ്റ്റേഷൻ്റെ അധികാരപരിധി അത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും റവന്യൂ അല്ലെ വില്ലേജ് ഓഫീസ് കണക്കാക്കിയിട്ടാണ്. ആ ജൂറിസ്ഡിക്ഷൻ വെച്ച് ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ 4 or 5 വില്ലേജ് ഓഫീസുകൾ വരും. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ റവന്യൂവിൻ്റെ ഡിവിഷൻ അനുസരിച്ചാണ് അധികാരം വരുന്നത്. ക്രൈംബ്രാഞ്ചിലൂടെ കേസെടുക്കാൻ പോയാൽ ക്രൈംബ്രാഞ്ച് ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാരം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ചിലും ഒരേ കേസിന് 2 വിധത്തിൽ ക്രൈംബ്രാഞ്ചിലൊരു FIR ലോക്കൽ പോലീസിൽ FIR ഉണ്ടാക്കും. അതിന് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ല. അതിനകത്ത് കൃത്യം പറയുന്നുണ്ട്, എ പോലീസ് ഓഫീസർ ഇൻചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷന് മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. പ്രാഥമിക കേസ് അവിടെയാണ്. ക്രൈംബ്രാഞ്ചിൽ ഒരു മേലന്വേഷണത്തിന് കൊടുക്കുമ്പം അത് ലോക്കൽ പോലീസിന് കേസ് എടുത്ത ശേഷം അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ അത് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. അതിനാണ് അവിടെ ഒരു SHOയുടെ അധികാരം ക്രൈംബ്രാഞ്ചുകൾ പല ജില്ലകളിലും കേസെടുക്കാൻ അധികാരം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരേ മാറ്ററിൽ ഒരു ജൂറിസ്ഡിക്ഷനിൽ 2 പോലീസ് സ്റ്റേഷൻ പാടില്ല. കാരണം ഒരു ജില്ലയിൽ 5-6 പോലീസിൻ്റെ അധികാരം ഒരു ക്രൈംബ്രാഞ്ച് DYSPക്ക് കൊടുത്താൽ അത് തീർച്ചയായിട്ടും അത് നിയമപരമായ പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ 154 CRPCയിൽ അല്ലെ 173 BNSS പറയുന്നത് എ പോലീസ് ഓഫീസർ ഇൻചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെ പോയി നമുക്കൊരു ഡയറക്റ്റായിട്ട് കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ, ഏത് പോലീസ് സ്റ്റേഷൻ, കേരളത്തിലൊരു മർഡർ ഉണ്ടായാൽ ആ മർഡറിൻ്റെ ആരെങ്കിലും ബന്ധുക്കൾ കൽക്കട്ടയിലാണെങ്കിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പുതിയ നിയമം അനുസരിച്ച് BNS നിയമം 171 പ്രകാരം അവിടെ ഒരു FIR കൊടുക്കാം. ആ FIR അവിടെ കൊടുത്തിട്ട് ആ FIR കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം പോലീസ് സ്റ്റേഷൻ. 0 FIR എന്ന് പറയും. അപ്പോൾ 173 അനുസരിച്ച് ഒരു പോലീസ് സ്റ്റേഷൻ ഇൻചാർജിനെ പ്രാഥമികമായ കേസെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ ആ DYSPയുടെ അധികാരം യഥാർത്ഥത്തിലെ CRPC അനുസരിച്ച് ഇല്ല എന്നാണ് എൻ്റെ പക്ഷം. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഹൈക്കോടതി വരും. അതുതന്നെയല്ല, ഈ ഒരു കേസിനെ സംബന്ധിക്കുന്ന നിയമോപദേശം ആര് കൊടുത്താലും ശരി, അത് എത്രത്തോളം ശരിയാണോ ഇല്ലയോ എന്നും വേറൊരു സംശയം. മറ്റൊരു കാര്യം, CRPC 154 അതേ വാക്ക് തന്നെയാണ് 173 BNSSലും പറയുന്നത്, റെഡ്യൂസ്ഡ് ഇൻ ടു റൈറ്റിംഗ്. അതാണ് കമ്പ്യൂട്ടറിൽ FI സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പാടില്ല. സോമോട്ടോ ആയിട്ടും ഒരു FI സ്റ്റേറ്റ്മെൻറ്റ് കമ്പ്യൂട്ടറിൽ എടുക്കാൻ പാടില്ല എന്ന് ഇന്നും പറഞ്ഞിരിക്കുന്നത് CRPCയിലും BNSSലും. കാരണം റെഡ്യൂസ്ഡ് ഇൻ ടു റൈറ്റിംഗ് എന്നാണ് വാക്ക്. അത് കമ്പ്യൂട്ടറിൽ എഴുതാൻ പാടില്ല, ഹാൻഡ് റിട്ടൺ മാത്രമേ FI സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. കാരണം കമ്പ്യൂട്ടറിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം, മൊഴി എഡിറ്റ് ചെയ്യാം, അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. സാധിക്കും, അതിന് വേറെ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. പക്ഷേ
ഒരു FI സ്റ്റേറ്റ്മെൻറ്റ് ഒരു 154 അനുസരിച്ച് അല്ലെ 170 ഒരാൾ ഒരു മൊഴി പറഞ്ഞു കൊടുത്ത് അത് എഴുതുമ്പോൾ അതിനകത്ത് വെട്ടിത്തിരുത്തൽ വന്നാൽ അവിടെ സൈൻ ചെയ്യണം. അത് പിന്നീട് ആ മൊഴി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാം. ഇത് എന്തായാലും 154 അല്ലെ 171 VNSSൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന് ഇന്നും മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു SHOയുടെ അധികാരം അനുസരിച്ച് ആ 3 ഒഫൻസസ് ആണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് DYSP എടുത്തിരിക്കുന്നത് സോമോട്ടോയായിട്ട്. അദ്ദേഹത്തിന് സോമോട്ടോയിട്ട് എടുക്കാൻ അവിടെ ട്രാൻസ്ഫർ ചെയ്ത കേസോ അതോടനുബന്ധിച്ചുള്ള കേസ് മാത്രമേ എടുക്കാൻ അധികാരമുള്ളൂ. ഒരു SHO ലോക്കൽ പോലീസ് സ്റ്റേഷൻ്റെ അധികാരം ഇന്ന് വരെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇതുപോലെ ക്രൈംബ്രാഞ്ചിന് കൊടുത്ത SHOയുടെ അധികാരത്തിൻ്റെ പരിധിയിൽ വരത്തില്ല. അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന കേസ് റീറേഞ്ച് ചെയ്യുകയും അവിടെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടേണ്ട അനുബന്ധമായി എത്ര കേസുണ്ടെങ്കിലും ശരി, 50 കേസോ 100 കേസോ ഉണ്ടെങ്കിൽ ആ കേസ് എടുക്കുന്നതിന് തടസ്സമില്ല. അത് കാരണം ട്രാൻസ്ഫർ ചെയ്ത കേസുമായിട്ട് കണക്ട് ചെയ്തതാണ്. അല്ലാതെ പോലീസ് സ്റ്റേഷൻ പോലെ തന്നെ ക്രൈംബ്രാഞ്ച് ഒരാളുടെ മൊഴി വാങ്ങിച്ച് അല്ല സോമോട്ടോയായിട്ട് ഒരു കേസ് എടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് ഒരു ശബ്ദരേഖ വന്നിട്ടുണ്ട്. അത് ക്രൈംബ്രാഞ്ച് എടുക്കാൻ കഴിയില്ല. അത് വ്യാജരേഖയാണോ അത് അയാളുടെ തന്നെയാണോ എന്ന് നമുക്കറിയില്ല. അതൊന്ന്, അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ്. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണെങ്കിൽ ഒരു വാദി വേണം. സോമോട്ടോ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരാൾക്ക് എടുത്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ മറ്റത് ഗർഭിണിയാണെന്ന് ആരാണ് പറയുന്നത്? ഒരു പരാതി പറയുന്നില്ല, പരാതിക്കാരില്ല. അതൊരു സോമോട്ടോ വെച്ചിട്ട് ഒരു പോലീസ് SHOയ്ക്ക് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എടുക്കാൻ കഴിയില്ല. ക്രൈംബ്രാഞ്ച് DYSP ഒട്ടും കഴിയില്ല. അതുപോലെ തന്നെ ഹിയർസേ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു പോലീസ് ഓഫീസർക്ക് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കേട്ടുകേൾവിയാണെങ്കിലും ഒരു FIR എടുക്കാം. പക്ഷേ അതിനകത്തൊരു കോഗ്നിസബിൾ ഓഫ് ഉണ്ടാവും. ഒരാളെ അവിടെ കൊന്നിട്ടിരിക്കുന്ന സാറേ എന്നൊരു വട്ടം വന്ന് പറഞ്ഞാൽ അവൻ വട്ടനാണെന്ന് അറിയത്തില്ലായിരിക്കും, പക്ഷേ അബ്നോർമലാണെന്ന് അറിയത്തില്ല. അയാളൊരു മൊഴി കൊടുക്കുകയാണ്. കാരണം എനിക്കത് പറ്റിയിട്ടുണ്ട്. ഞാൻ മെഡിക്കൽ കോളേജ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന സമയത്ത് ആ ഉള്ളൂർ ഒരു ഗുണ്ട എൻ്റെ അടുത്ത് വന്നു, വെട്ടുകത്തിയായിട്ട് വന്ന് അതിനകത്ത് ബ്ലഡെല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മയെ ഞാൻ കൊന്നു എന്ന് വന്നൊരു മൊഴി പറഞ്ഞാൽ അത് വിശ്വസനീയമാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ SHOയ്ക്ക് എടുക്കാം. അല്ലെങ്കിൽ എൻ്റെ ശത്രുവിനെ ഞാൻ കൊന്നിട്ട് വരിക സാറേ എന്ന് പറഞ്ഞാൽ കേസെടുക്കാം. വിശ്വാസം ഉണ്ടെങ്കിൽ കോഗ്നിസബിൾ ഓഫൻസാണ്, എടുക്കാവുന്ന കുറ്റമാണ്. അതിനകത്ത് കഴമ്പുണ്ടെന്ന് SHOയ്ക്ക് തോന്നണം. ആ മൊഴി പറയുന്ന കേൾക്കുമ്പോഴേ തോന്നുള്ളൂ. അങ്ങനെ തോന്നിയാൽ അത് സംശയമുണ്ടെങ്കിൽ കേസെടുക്കാതെ അവിടെ പോയി വെരിഫൈ ചെയ്ത് പ്രിലിമിനറി ആയിട്ടൊന്ന് വെരിഫൈ ചെയ്ത് യഥാർത്ഥ സംഭവം ആണോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വന്നിട്ട് വേണമെങ്കിൽ കേസെടുക്കാം. അങ്ങനെ കേസെടുക്കുന്ന തെറ്റാണ്. FIR പറഞ്ഞ കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ താങ്കൾ വെട്ടിക്കൊന്ന ആൾ അവിടെ ജീവനോടെ ഇരിക്കുന്നു എന്ന് കണ്ടാൽ തിരിച്ചു വന്ന അതേ FIR തന്നെ നമുക്ക് അത് റെഫർ ചെയ്ത് കളയാം. അതൊക്കെയാണ് നിയമത്തിൻ്റെ കാര്യത്തിലായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ്റെ പരിധി വരുന്ന ഒരു SHOയുടെ അധികാര പരിധി വരുന്ന കാര്യങ്ങൾ. അതേ അധികാര പരിധി ഒരു ക്രൈംബ്രാഞ്ചിൻ്റെ DYSPക്ക് ഇല്ല. കാരണം അത് പോലീസ് ഓഫീസറുടെ SHOയുടെ പവർ അവിടെ ഇല്ല. അവിടെ പെറ്റീഷൻ എൻക്വയറി ഉണ്ടാവും, ഒരു പ്രിലിമിനറി എൻക്വയറി ഉണ്ടാവും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏത് കാര്യത്തെപ്പറ്റി അന്വേഷിക്കാം, ക്രിമിനലായ സ്വഭാവത്തുള്ള ഏത് കാര്യമൊക്കെ അന്വേഷിക്കാം, സിവിൽ കേസ് അന്വേഷിക്കാനും പാടില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ നിയമോപദേശം ആര് കൊടുത്താലും ശരി, ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു ശബ്ദരേഖ, അത് ഗർഭിണിയാണെന്ന് പറഞ്ഞുള്ള ചില ഇൻഡയറക്റ്റ് എവിഡൻസ്, പിന്നെ ഒരു ഹിയർസേ എവിഡൻസ്, നമ്മൾ കേട്ട് ഇങ്ങനെ കരക്കമ്പി എന്നൊക്കെ പറയും പല ആൾക്കാർ അങ്ങനെ ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റർ. അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇപ്പം DYSP എടുത്തിരിക്കുന്ന കേസ് അധികാര ദുർവിനിയോഗത്തിലേക്ക് വരുമോ എന്നുള്ള കാര്യവും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും കോൺട്രവേഴ്സ്യലായ ഒരു മാറ്ററാണ്. അയാളെ കുരുക്കാനായിട്ട് ആര് ശ്രമിച്ചാലും ശരി, ആ കുരുക്കിനകത്ത് ഒരു നിയമവശമില്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അതിന് ബലിയാടാകേണ്ടി വരും. അതിന് യാതൊരു സംശയമില്ല. ഫോഴ്സായിട്ട് FIR എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ സമാധാനം പറയും. അതുകൊണ്ട് FIR എടുക്കുന്ന ഉദ്യോഗസ്ഥന് ലോക്കൽ പോലീസാണെങ്കിൽ തീർച്ചയായും ലോക്കൽ പോലീസ് ഓഫീസർക്ക് അതിന് അധികാരമുണ്ട്. ഇൻഡയറക്റ്റായിട്ട് സോമോട്ടോ ആയിട്ടൊക്കെ എടുക്കാം. പക്ഷേ ക്രൈംബ്രാഞ്ചിൽ അത് അധികാരമില്ല എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് അത് ഒന്നുകൂടെ ആലോചിക്കണം. ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന്മാർ ആ നിയമോപദേശം കൊടുത്തവരായിട്ട് ഒന്നുകൂടെ പറയണം. പല പോലീസ് സ്റ്റേഷനുകളും ഇന്ത്യയിലെ പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഈ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്.
പോലീസ് സ്റ്റേഷൻ്റെ അധികാരത്തിലുള്ള ഒരു കേസ് ക്രൈംബ്രാഞ്ചിൽ എടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. എടുത്തിട്ടുണ്ട്, അത് നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.